ഹലോ ഗായ്സ്, നമ്മൾ കണ്ണൻ്റെ അങ്കലവാടിയിലേക്കാണ് പോകുന്നത്. വേറൊന്നിനുമല്ല, അവൻ്റെ അമൃതം പൊടി വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ മാസവും പോയി വാങ്ങാറുണ്ട്. അപ്പോൾ ഈ മാസത്തെ പോക്കാണ് ഈ കാണുന്നത്. നമ്മുടെ അങ്കലവാടി കിടക്കുന്നത് കുറച്ച് ദൂരമാണ്. അതുകൊണ്ട് ഞാൻ കണ്ണനെ പൊതുവെ എടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആളെ എനിക്ക് കൊണ്ടുപോകണം. കാരണം ആളുടെ വെയിറ്റും കാര്യങ്ങളും അതേപോലെ ഹൈറ്റിൻ്റെ മെഷർമെൻറ്റും ഒക്കെ അവിടെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് അറിയേണ്ടതുണ്ട്. കാരണം ആൾ തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്നും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ രീതിയൊക്കെ ഒന്ന് മാറ്റിയതാണ്. അതുകൊണ്ട് എനിക്ക് അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ആളെ തൂക്കി പിടിച്ച് പോകുന്നത്. നമ്മൾ ആദ്യം അങ്ങാടിയിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എന്നിട്ട് ഓട്ടോ വിളിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കണ്ണനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾക്ക് അവന് പറയാൻ ഒരുപാട് കഥ ഉണ്ടാവും കേട്ടോ. അവൻ എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ നടക്കുക. അപ്പോൾ ആൾ ഇന്ന് പറയുന്നത്, ആൾ ഓരോ സ്ഥലത്തും പശുവിനെയും ആടിനെയൊക്കെ കാണാറുണ്ടായിരുന്നു നമ്മുടെ കൂടെ എപ്പോഴും പുറത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ഓരോ സ്ഥലത്തുമ്പോഴും അമ്മ, പശു, ആട് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവിടെ ഉണ്ടാവാറില്ല. ചില സ്ഥലത്തൊക്കെ അവിടെ തന്നെ കെട്ടിയിട്ടുണ്ട്. ചിലയിടത്ത് മാറ്റി കെട്ടുമല്ലോ. അതുകൊണ്ട് ആള് അയ്യോ അമ്മ പശു എവിടെ, അയ്യോ അമ്മ ആട് എവിടെ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ആട് ഇവിടെ അല്ല മോൻസേ, ആടിൻ്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ ആട് വേറെ എവിടേക്കെങ്കിലും പോയി ഉണ്ടാവുമെന്ന്. പക്ഷെ ആളത് സമ്മതിച്ചിരുന്നില്ല. നിങ്ങൾ തന്നെ കേട്ടു. ഇല്ല, അത് നമ്മളില്ലേ അന്ന് പോയപ്പോ ആടിനെ കണ്ടോണ്ടാണ് കുട്ടി അങ്ങനെ പറയുന്നേ. അന്ന് ആടുണ്ടല്ലോ, കറങ്ങാൻ ഇറങ്ങിയതാണ് നമ്മളെ പോലെ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ലേ, അതേപോലെ ആടും പുറത്തേക്ക് ഇറങ്ങിയതാണേ. ഇന്നിപ്പോൾ ആടിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയില്ല, അതുകൊണ്ടാ കാണാത്തെ. മില്ലോ അങ്ങനെ പിന്നെ നമ്മൾ മീനും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്കലവാടിയിലേക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടോ. ഓട്ടോ നമ്മൾ പോകുന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ട്, ചേട്ടാ ഞങ്ങളൊന്ന് അങ്കലവാടി കൊണ്ടുപോയിട്ട് വീട്ടിലാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ആക്കി തരാറുന്നു. പക്ഷെ എന്തോ ഒരു തിരക്കിൽ പോവായിരുന്നു ആള്. എന്താ അറിയില്ല, കുട്ടി ഉണ്ടാവുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള പരിഗണനയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്കലവാടിയിലെത്തി ഗൈസ്. അങ്കലവാടി ഒരു ഞങ്ങൾ ഈ നാട് മൊത്തൊരു മല, കുന്ന് അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പാണ്. അപ്പം ആള് അങ്കലവാടിയിലെത്തിയപ്പോൾ വേഗം ചെരുപ്പ് ഊരിട്ടോ. ആൾക്ക് പിന്നെ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം വന്ന് ശീലമുള്ളതുകൊണ്ട് നല്ല കൂളായിട്ടാണ് ആൾ കയറി പോകുന്നത്. പിന്നെ ഇവിടുത്തെ ടീച്ചർ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമ്മളിന്ന് ചെന്നതുകൊണ്ട് ടീച്ചർ ഇല്ലായിരുന്നു. ടീച്ചർ എന്തോ ഒരു മീറ്റിംഗ് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു. കുറച്ച് മുന്നേ പോയിട്ടുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ കണ്ണൻ അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടോ. അവരെ കൂടെ കളിക്കാൻ തുടങ്ങി. അവരുടെ ചെയേഴ്സൊക്കെ യൂസ് ചെയ്ത് അതിൽ പോയി ഇരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ ആരോ ഒരാൾ കണ്ണന് കടലയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആളുടെ വെയിറ്റൊക്കെ ഉള്ള പരിപാടിയിലായിരുന്നു. വെയിറ്റൊക്കെ നോക്കി. അപ്പോൾ അവന് തൊള്ളയിൽ എന്താ ഇട്ടെന്ന് ഞാൻ ആദ്യം ടെൻഷനായി. പിന്നെയാണ് മനസ്സിലായത് കടല കൊടുത്തതാണെന്ന്. അപ്പോൾ ഞാനത് തൊള്ളയിൽ കൈയിട്ട് എടുത്തപ്പം ടീച്ചർ പറഞ്ഞു എന്നോട് അത് കടലയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇന്നിവിടെ കടലയാണ്, കണ്ണനും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആൾ കുറച്ച് കടലയും അരിമണിയും കൂടി വറുത്തതായിരുന്നു. അതിൽ കടലയൊക്കെ പൊറുക്കി ചേച്ചി കീശയിലൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ അമൃതം പൊടി 7 പാക്കൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇതൊന്നും അവൻ കഴിക്കാറില്ല. അവന് ഒരു പാക്ക് തന്നെ മതിയായിരിക്കും ഒരു മാസത്തേക്ക്. പിന്നെ നമ്മൾ ന്യൂഡിൽസ് വാങ്ങിയിരുന്നു. അതിലുള്ളൊരു സംഭവമാണ് ഇത് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.